നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് പതിയെ ലൈഫിലേക്ക് ഇറങ്ങുമ്പം അന്ന് വരെ നമ്മൾ എന്ന് നമ്മളോട് ഉണ്ടെന്ന് വിചാരിച്ച ഒരുപാട് ഫ്രണ്ട്സൊക്കെ നമ്മളെ ലീവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പലരെ ലീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഹേർട്സ് റൈറ്റ്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഇറ്റ് വാസ് മെൻ ടു ഹാപ്പൻ ദാറ്റ് വേ. എല്ലാത്തിനും നമുക്ക് പതിയെ പതിയെ ആൻസർ കിട്ടി തുടങ്ങും. നമ്മൾ വിചാരിക്കും ലൈഫ് ലോങ് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഈ ഫ്രണ്ട്ഷിപ്പ് ലീവ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളെ ലീവ് ചെയ്യില്ല. അപ്പോൾ ഓവറോൾ നമ്മളത് ഭയങ്കര ഷുവറാണ് ഈ ഫ്രണ്ട്ഷിപ്പിൽ. ബിക്കോസ് വി തിങ്ക് ദിസ് ഈസ് ഫോർ എവർ. സഡൻലി നമ്മൾ നമ്മുടെ 20s എത്തുമ്പോഴേ നമുക്ക് പതിയെ ഫീൽ ചെയ്യും എന്തോ എവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ, സംതിങ് ഈസ് റോങ്, ബട്ട് നോ ബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. എവിടെ ഒരു വൈബ് മാച്ച് ആവാത്ത പോലെ, ആരും അധികം സംസാരിക്കാത്തൊരു കാര്യമാണത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ടോപ്പിക് ടുഡേ. 20s ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്കൗട്ട് ആയിരുന്നതെന്ന് നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് ഫ്രണ്ട്സിനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അപ്പം ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം, ഫുഡ് ഷെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ഈവൻ ഫേവറേറ്റ് ടീച്ചർ ഒരാളായതുകൊണ്ട് പോലും നമ്മൾ ഫ്രണ്ട്സ് ആവും. ആൻഡ് ഓൾസോ നമ്മുടെ വാല്യൂസ് ആൻഡ് ബിലീഫ് സിസ്റ്റംസ് എല്ലാം ഫോമായി വരുന്നതേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഫോഴ്സ് ദ കണക്ഷൻസ്. Everything is effortless. We spend hours doing the same things, playing together, spending time together, laughing on jokes. നമ്മളെ അവിടെ ലൈഫ് കൊണ്ട് എത്തിച്ചു. ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുന്നു. സർക്യൂംസ്റ്റാൻസസ് നമ്മളെ ഫ്രണ്ട്സ് ആക്കി. നമ്മൾ 20s കടന്നു കഴിയുമ്പോൾ പലരും പല ഡയറക്ഷൻ ആയിരിക്കും ലൈഫിൽ ചൂസ് ചെയ്യുന്നത്. പലരും പല ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എഫേർട്ട് ഇടണം ഫ്രണ്ട്ഷിപ്പിൽ. വി ഹാവ് ടു മേക്ക് കോൾസ് ഫസ്റ്റ്, വി ഹാവ് ടു ടെക്സ്റ്റ് ഫസ്റ്റ്. ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ പണ്ട് നമ്മളെ കണക്ട് ചെയ്തിരുന്ന പലതും ഇല്ലാതാവും. ഷീ ഷുഡ് കോൾ മീ ഫസ്റ്റ്, ഹീ ഷുഡ് കോൾ മീ ഫസ്റ്റ്. അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷൻസും ഉണ്ടായി പല ഫ്രണ്ട്ഷിപ്സും ഫെയ്ഡ് അവേ ആയി പോകും. സോ ദിസ് ഈസ് വെൻ യു റിയലൈസ് ദാറ്റ് ട്രൂ കണക്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് സ്പെൻഡിങ് ടൈം ടുഗദർ, ഇറ്റ്സ് അബൌട്ട് ഗ്രോവിങ് ടുഗദർ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. വി ഫീൽ സം ഫ്രണ്ട്ഷിപ്സ് ഫെയ്ഡിങ് അവേ. നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല, ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല, പക്ഷേ നമുക്കറിയാം ഇറ്റ് ഈസ് ഫെയ്ഡിങ്. രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാണ് ഗ്രോ ചെയ്യുന്നത്. നാച്ചുറലി ദർ വിൽ ബി എ ഗ്യാപ്പ് ആൻഡ് യു ക്യാനോട്ട് ഡു എ സിംഗിൾ തിങ് അബൌട്ട് ഇറ്റ്. നമ്മളെ ഔട്ട് ഗ്രോ ചെയ്ത് പോകുന്ന ഫ്രണ്ട്സ്, അവർക്ക് നമ്മളെ ലീവ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ഔട്ട് ഗ്രോ ചെയ്ത് പോകുന്ന ഫ്രണ്ട്സിനെ നമുക്ക് ലീവ് ചെയ്യേണ്ടി വരും. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതിലൊരു പോയിന്റ് ഇല്ല. രണ്ടുപേരും അവരവരുടെ ശരികളിലാണ്. ഓൺലി തിങ് ഈസ് വി ബോത്ത് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻ. സോ ഇതിൽ ആർക്കും ആരെയും ബ്ലെയിം ചെയ്യാനില്ല, ആരും ബ്ലെയിം ഏറ്റെടുക്കാനും ഇല്ല. വി മസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ വിത്ത് പീസ്. ഈച്ച് പേഴ്സൺ ഗെയിനിങ് നോളജ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ആൻഡ് മീറ്റിംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. നമ്മളെല്ലാം മീറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പിലും ഇതുപോലെ തന്നെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ റോങ് ആയിട്ട് തിരിച്ചടിക്കും. When we support each other, friendship becomes flawless and very beautiful. But when we try to be better than the other person, it becomes shit, man. It becomes shit. ഒരു പഴഞ്ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. So you must take care with the decision of choosing your friends.